ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാളെയാണല്ലോ നിങ്ങൾക്ക് എക്സാം വരുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ആക്കാം. 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. 4, 6 എന്നിവയിൽ ഓരോന്നിലും 2 ചോദ്യങ്ങൾ വീതം ഉണ്ട്. അതിൽ ഒന്ന് മാത്രം എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ടതാണ്. ചതുരത്തിനകത്ത് 2 സെന്റിമീറ്റർ വീതം ആരമുള്ള 2 വൃത്തങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നു. താഴെ നിങ്ങൾക്ക് ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു ചതുരത്തിനുള്ളിൽ 2 വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് 2 വൃത്തങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ചതുരത്തിൻ്റെ ഉയരം എത്ര? നമുക്കിവിടെ വൃത്തത്തിൻ്റെ ആരം 2 സെന്റിമീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. ആരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൃത്തത്തിൻ്റെ ബിന്ദുവിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും അത് എന്നാണ്. അതൊക്കെ എത്രയാണ്? 2 സെന്റിമീറ്റർ തന്നെയാണ് അളവ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചതുരത്തിൻ്റെ ഉയരമാണ്. ചതുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇതല്ലേ? ഈ കാണുന്ന ഈ ഒരു വരയല്ലേ ഉയരം എന്ന് പറയുന്നത്? അതായത് താഴത്തെ വരിയിൽ നിന്ന് മുകളിലത്തെ വരിയിലേക്ക് ഇതാണ്. ഇവിടുന്ന് മേലോട്ട് ഇതൊക്കെ സെയിം ആണല്ലേ? ഇതാണ് ഉയരം, ചതുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നടുവിൽ നിന്ന് മുകളിലോട്ട് 2 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്കും 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വരയായില്ലേ? അപ്പോൾ എത്രയാണ്? 2 + 2 2 കൂട്ടം 2 4 സെന്റിമീറ്റർ. ചതുരത്തിൻ്റെ ഉയരം വരുന്നത് 4 സെന്റിമീറ്റർ ആണ്. അടുത്തത് ബി ചോദ്യം: ചതുരത്തിൻ്റെ നീളം എത്ര എന്നാണ്. ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ കാണുന്ന വരയാണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വരയാണ് ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ ആണ്. ഈ ബിന്ദുവിൽ നിന്ന് ഈ വൃത്തത്തിൻ്റെ ഈ അറ്റത്തേക്കും 2 സെന്റിമീറ്റർ ആണ്. കാരണം ഈ വൃത്തത്തിൻ്റെ ആരവും 2 ആണെന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ വൃത്തത്തിൻ്റെ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് 2, അങ്ങോട്ടും 2. ഇപ്പോൾ നീളമായില്ലേ? അതായത് 2 കൂട്ടണം 2 കൂട്ടണം 2 8 സെന്റിമീറ്റർ ആണ് ചതുരത്തിൻ്റെ നീളം വരുന്നത്. അടുത്തത് സി ചോദ്യം: ചിത്രത്തിലെ ചതുരത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ചതുരത്തിനെ കുറിച്ചിട്ടാണ് പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. വൃത്തത്തിൻ്റെ ആരവും ചതുരത്തിൻ്റെ നീളവും തുല്യമാണ്. നീളം നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാണ് നീളം നമുക്ക് കിട്ടിയിട്ടുള്ളത്? 8 സെന്റിമീറ്റർ ആണ്. വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ആരവും നീളവും സെയിം ആണോ? തുല്യമാണോ? അല്ല. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തത്, ചതുരത്തിൻ്റെ നീളം ഉയരത്തിൻ്റെ ഇരട്ടിയാണ്. ഉയരം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 4 സെന്റിമീറ്റർ ആണ്. 4ൻ്റെ ഇരട്ടിയല്ലേ 8? അതായത് ഉയരത്തിൻ്റെ ഇരട്ടിയാണ് നീളം. ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അടുത്തത്, ചതുരത്തിൻ്റെ ഉയരം ആരത്തിന് തുല്യമാണ്. ആരം എന്ന് പറയുന്നത് 2 ആണ്. ഉയരം എന്ന് പറയുന്നതോ 4 ആണ്. ഉയരത്തിന് തുല്യമാണോ? അല്ല. മൂന്നാമത്തത് തെറ്റാണ്. ഇനി നാലാമത്തത്, ആരത്തിൻ്റെ 4 മടങ്ങാണ് ചതുരത്തിൻ്റെ നീളം. ആരം എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ 4 മടങ്ങ് 4 ഗുണിക്കണം 2 8 ആണ്. 8 ആണല്ലോ നീളം. അതായത് ആരത്തിൻ്റെ 4 മടങ്ങാണ് നീളം വരുന്നത്. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 2, 4 ശരിയാണ്. അത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി, 2, 4 ശരിയാണ്. ഇനി ഡി ചോദ്യം: മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കുക. സോ താഴെ നൽകിയിട്ടുള്ള ത്രികോണം മട്ടം ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 സെന്റിമീറ്റർ ആണ് താഴെ കാണുന്ന നീളം എന്ന് നൽകിയിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ നീളമുള്ള വര ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഒരറ്റത്ത് മട്ടം വരയ്ക്കുക, വര വരയ്ക്കുക. എന്നിട്ട് വരയുടെ മറ്റേ അറ്റത്ത് മട്ടം വെച്ചിട്ട് വര വരയ്ക്കുക. എവിടെയാണ് കൂട്ടിമുട്ടുന്നത് ആ പോയിന്റ് വരെ വരച്ച് കൊടുക്കണം. ബാക്കിയുള്ള വരകൾ മായ്ച്ച് കളഞ്ഞാലും മതി. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരകൾ എന്നുള്ള ചാപ്റ്റർ ഇല്ലേ, ആ ഒരു പാഠഭാഗത്ത് എങ്ങനെ മട്ടം ഉപയോഗിച്ച് ത്രികോണം വരയ്ക്കാം എന്ന് കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. താഴെ നിങ്ങൾക്ക് പട്ടിക നൽകിയിട്ടുണ്ട്. സംസ്ഥാനവും ജനസംഖ്യയുമാണ് നൽകിയിട്ടുള്ളത്. ഉത്തർപ്രദേശ് ജനസംഖ്യ, സിക്കിം, കേരളം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ.
ചോദ്യം ഇതാണ്, തന്നിരിക്കുന്നവയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഇവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏത് എന്നാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതിനാണ് സ്ഥാനം വില ഏറ്റവും കൂടുതലുള്ളത് എന്ന് നോക്കുക, എണ്ണി നോക്കുക. ഏറ്റവും കൂടുതൽ സംഖ്യകൾ ഏതിൻ്റെ നേരെയാണ് ഉള്ളതെന്ന് നോക്കുക. ഏറ്റവും വലിയ സംഖ്യകൾ വരുന്നത് ഉത്തർപ്രദേശിനാണ്. അവിടെ 9 സംഖ്യകളുണ്ട്. 1, 9, 9, 5, 8, 1, 4, 7 ഇങ്ങനെ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിനാണ്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ സംഖ്യ. ഇനി അടുത്തത് ബി ചോദ്യം, 7 മില്യനോട് ഏറ്റവും അടുത്ത ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലക്ഷമാണ്. 70 ലക്ഷത്തിനോട് അടുത്തിട്ടുള്ള സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. 68,56,509 എന്ന് ഹിമാചൽ പ്രദേശിന് കാണാം. അതാണ് 70 ലക്ഷത്തിനോട് അടുത്തിട്ടുള്ള സംഖ്യ. സോ ഉത്തരം ഹിമാചൽ പ്രദേശ് എന്നാണ്. ഈ ചോദ്യം, 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷത്തിൽ താഴെ വരുന്ന ജനസംഖ്യ ഏത് എന്നാണ് ചോദ്യം. സിക്കിമിന്റെ ജനസംഖ്യ വരുന്നത് 6,07,688 അത് 10 ലക്ഷത്തിന്റെ താഴെയാണല്ലോ 6 ലക്ഷം എന്ന് പറയുന്നത്. സോ ഉത്തരം സിക്കിമാണ്. ഇനി ഡി ചോദ്യം, 2 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ചേർന്നാൽ 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടയിലാണ്. സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ നിങ്ങൾ 2 സംസ്ഥാനങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് 20ന്റെയും 21 ലക്ഷത്തിന്റെയും ഇടയിൽ കിട്ടുമെന്നാണ്. അത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഗോവയും സിക്കിമാണ്. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ്? 14,57,721 6,07,688 കൂട്ടുമ്പോൾ 20,65,411 ഉത്തരം കിട്ടുന്നത്. 20ന്റെയും 21ന്റെയും ഇടയ്ക്കല്ലേ ഉത്തരം. സോ സിക്കിമും ഗോവയും കൂട്ടുമ്പോഴാണ് ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, 5000ൽ താഴെ എത്ര നാലക്ക സംഖ്യകളുണ്ട്? നാലക്ക സംഖ്യ തുടങ്ങുന്നത് ഏത് സംഖ്യയിൽ നിന്നാണ്? 1000ൽ നിന്നാണ് അല്ലേ? 1000 മുതലാണ് നാലക്ക സംഖ്യ തുടങ്ങുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 5000ൽ താഴെ എന്നാണ്. അതായത് 4999 വരെ. 5000ന് തൊട്ട് താഴെയുള്ള സംഖ്യ ഏതാണ്? 4999 ആണല്ലോ. 4999 വരെ എത്ര സംഖ്യയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാണാൻ ഇതിൽ നിന്നും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ, അതായത് 1000 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടുക. ഇതാണ് ഇത് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, 4999 കുറയ്ക്കണം 1000 കൂട്ടണം 1. 4999 നിന്ന് 1000 കുറച്ചാൽ 3999. ഇതിനോട് 1 കൂട്ടണം 4000. 4000 നാലക്ക സംഖ്യകളാണ് ഉള്ളത്. ഇനി ബി ചോദ്യം, 3, 2, 5, 4, 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏത്? ഇത് തുടർച്ചയായിട്ട് പരീക്ഷയിൽ ചോദിച്ചേക്കാവുന്ന ചോദ്യമാണ്. സോ നിങ്ങൾക്ക് ഇതും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇവിടെ 3, 2, 5, 4, 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3, 2, 5, 4, 7 ആണ്. നിങ്ങൾ ഏറ്റവും വലിയ സംഖ്യ നിർമ്മിക്കാനായിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും വലുത് എന്ന് നോക്കുക. ഏറ്റവും വലുത് എ ആണ് അല്ലേ? എനെ ആദ്യം എടുത്ത് എഴുതുക. അടുത്ത വലുത് ഏതാണ്? 5 ആണ്. പിന്നെ വലുത് 4 ആണ്. 4നെ എടുത്ത് എഴുതുക. അടുത്ത വലുത് 3 ആണ്. പിന്നെ വരുന്നത് 2 ആണ്. സോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഓർഡറിൽ നിങ്ങൾ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്കൊരു 5 അക്ക സംഖ്യ കിട്ടിയിട്ടില്ലേ? 75,432 ആണ് ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ 5 അക്ക സംഖ്യ. ഓക്കെ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന്. അപ്പോൾ നിങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് 2, 3, 4, 5, 7 ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും. ഏറ്റവും ചെറുത് എഴുതാനും ഏറ്റവും വലിയ സംഖ്യ നിർമ്മിക്കാനും നിങ്ങൾ പഠിച്ചല്ലോ. ഇനി സി ചോദ്യം, അക്കങ്ങളുടെ തുക 4 ആയ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എഴുതുക. സോ അക്കങ്ങളുടെ തുക, അതായത് 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 3 അക്കങ്ങളാണല്ലോ അവിടെ ഉണ്ടാവുക. ഈ 3 അക്കങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് 4 കിട്ടണം. ഇത് കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്.
3 അക്കങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതായത് 3 അക്ക സംഖ്യ എ ആണെങ്കിൽ എ+എ+എ എത്ര കിട്ടണം? 4 എന്ന് കിട്ടണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും വലുതുമായിരിക്കണം. നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുമായിരിക്കണം. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനവില ഏതൊക്കെയാണ്? 1ൻ്റെ സ്ഥാനം ഉണ്ടാവും, 10ൻ്റെ സ്ഥാനം ഉണ്ടാവും, 100ൻ്റെ സ്ഥാനം ഉണ്ടാവും. ഈ 100ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 4 കൊടുക്കുക. 4 ആണല്ലോ നിങ്ങൾക്ക് കൂട്ടിയാൽ കിട്ടേണ്ടത്. സോ 100ൻ്റെ സ്ഥാനത്ത് 4 എന്നും ബാക്കി 2 സ്ഥാനങ്ങളിൽ 0 കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, 4 കൂട്ടണം 0 കൂട്ടണം 0, 4 അല്ലേ? ഇതൊരു 3 അക്ക സംഖ്യയാണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ളത്. കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 400 എന്നാണ്. ഇനി നിങ്ങളോട് പറയാണ്, ഇവിടെ 3 അക്ക സംഖ്യ കൂട്ടുമ്പോൾ 5 കിട്ടണം എന്ന്. അത് ഏതാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ട്? 1ൻ്റെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, 100ൻ്റെ സ്ഥാനം. 100ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 5 കൊടുക്കുക, ബാക്കി 2 സ്ഥലത്ത് 0 കൊടുക്കുക. 500 നമ്മുടെ നമ്പർ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 4 അക്ക സംഖ്യ. നിങ്ങൾക്ക് തുക 5 കിട്ടുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ചോദിക്കുകയാണെങ്കിലോ? 4 അക്ക സംഖ്യ ആകുമ്പോൾ 1ൻ്റെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, 100ൻ്റെ സ്ഥാനം, 1000ൻ്റെ സ്ഥാനം ഉണ്ടാവും. 1000ൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, ബാക്കിയൊക്കെ 0 കൊടുക്കുക. 5000 നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ. തുക 5 കിട്ടുന്നത്. ഓക്കെ, ഇതുപോലുള്ള ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം ഡി ആണ്. 3, 4, 1, 4, 3 34,143 ഒരു ഇരുവൈ സംഖ്യയാണ്. ഇരുവൈ സംഖ്യ എന്നാൽ ഇത് തിരിച്ചിട്ടാലും നിങ്ങൾക്ക് ഇതേ സംഖ്യ തന്നെയാണ് ലഭിക്കുക. ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു 5 അക്ക ഇരുവൈ സംഖ്യ എഴുതുക. ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ഇരുവൈ സംഖ്യ കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 34,143 എന്ന അക്കങ്ങൾ ഉപയോഗിച്ച്, ഇതൊരു ഇരുവൈ സംഖ്യയാണ്. അതായത് തിരിച്ചെഴുതിയാലും നിങ്ങൾക്ക് 34,143 കിട്ടുക. ഇത് ഉപയോഗിച്ച് മറ്റൊരു ഇരുവൈ സംഖ്യ എഴുതാനാണ്. ഇത് സംഖ്യ എഴുതാൻ എളുപ്പത്തിൽ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നടുവിലേക്ക് എഴുതുക, മാറ്റി എഴുതുക. ഇപ്പം 4 എടുക്കുകയാണേ. ഇതിനി ആവർത്തിച്ച് എഴുതാൻ പറ്റില്ല. 4 എഴുതി നടുവിലാണ്. ഈ 4ൻ്റെ ഇപ്പുറത്തെ ആദ്യത്തെ സൈഡിലായിട്ട് നമ്മുടെ കയ്യിൽ 3, 1 എന്ന സംഖ്യയാണ്. 30 എന്ന് എഴുതി. 4 കഴിഞ്ഞതിന് ശേഷം 13 അത് തിരിച്ചിട്ടും എഴുതി. ഇപ്പോൾ 31,413 നമ്മുടെ സംഖ്യ. ഇത് തിരിച്ച് എഴുതി നോക്കിയേ, 31,413 തന്നെയാണ് നമുക്ക് കിട്ടുക. ഇതൊരു ഇരുവൈ സംഖ്യയാണ്. ഓക്കെ, നമുക്കിനി ഈ സംഖ്യ ഉപയോഗിച്ച് വേറെയും ഇരുവൈ സംഖ്യ എഴുതാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യനെ എടുത്ത് നടുവിലേക്ക് എഴുതുക. ഇവിടെ 1നെ എടുത്ത് ഇനി 1 ആവർത്തിക്കാൻ പാടില്ല. ബാക്കി ഏത് സംഖ്യയാണുള്ളത്? 3 ഉണ്ട്, 4 ഉണ്ട്. 34 എന്ന് 1ൻ്റെ ബേക്കിൽ എഴുതി, 1ന് ശേഷം 43 എന്ന് എഴുതി. ഇതൊരു ഇരുവൈ സംഖ്യയാണ്. ഓക്കെ, ഇത് നിങ്ങൾ തിരിച്ചെഴുതിയാലും നിങ്ങൾക്ക് സെയിം തന്നെയാണ്. 34,143 എന്നാണ് തിരിച്ചെഴുതിയാലും കിട്ടുക. അടുത്തത് ഇനി ഈ ചോദ്യമാണ്. 4, 6, 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ച് എഴുതിയാൽ അവയിൽ 476 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ്. സോ ഇവിടെ എന്താണ്? 4, 6, 7 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സംഖ്യ ഉണ്ടാക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ക്രമീകരിച്ച് എഴുതുന്നത്. അങ്ങനെയെങ്കിൽ 476 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏത് എന്നാണ്. അടുത്തത് ഏതായിരിക്കും? ഇതിൻ്റെ അടുത്ത വലുതായിരിക്കും. 476നെക്കാട്ടിലും വലിയ സംഖ്യയായിരിക്കും. കാരണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നാണല്ലോ പോകുന്നത്. 476നെക്കാട്ടിലും വലിയ സംഖ്യയാണ് അടുത്ത് വരിക. മനസ്സിൽ 476 കഴിഞ്ഞിട്ട് അടുത്ത തൊട്ട വലിയ സംഖ്യ ഏത് എന്ന് നോക്കുക. 467 അത് ഇതിനെക്കാട്ടിലും ചെറുതാണ്. സോ ഇതല്ല. 674 ഇവിടെ 674നെക്കാട്ടിലും ചെറുതുണ്ടോ നോക്കിക്കേ. 476നെക്കാട്ടിലും വലുതുമാണ്, 674നെ ചെറുതും. 647 647നെക്കാട്ടിലും ചെറുതുണ്ടോ? ഇല്ല. 746 അതിനെക്കാട്ടിലും വലുതാണ്. സോ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ വരുന്നത് 647. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ്. അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ 2 ക്വസ്റ്റ്യനും ഡിസ്കസ് ആക്കാം. 4 ചോദ്യം. 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തിയ രീതി നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഗുണനഫലം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
നമുക്കിത് പൂർത്തിയാക്കാം. നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സംഖ്യ കാണണം അല്ലേ? ഇത് എത്രയാണെന്ന് നൽകിയിട്ടില്ല. ഏറ്റവും മുകളിൽ ഇവിടെയുള്ള സംഖ്യ എന്ന് പറയുന്നത് ഈ സംഖ്യയും 10ഉമായിട്ട് ഗുണിച്ചാലാണ് നമുക്ക് 100 കിട്ടുക. 10നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ നമുക്ക് 100 കിട്ടും. ഓക്കെ, 10നെ ഏത് സംഖ്യയുമായി ഗുണിച്ചാലാണ് നമുക്ക് 100 കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. അതിന് നിങ്ങൾ 100ൽ എത്ര 10 ഉണ്ട് നോക്കിയാൽ മതി. 100ൽ 100 ഹരിക്കണം 10 10ആണ്. 10 ഗുണിക്കണം 10ആണ് നമുക്ക് 100 കിട്ടുന്നത്. 10നെ 10 കൊണ്ട് ഗുണിച്ചാലാണ് 100. സോ അവിടെ മുകളിൽ നമുക്ക് കിട്ടി 10 എന്ന്. ഇനി ഇവിടെ 6 ഗുണിക്കണം 10ആണ് ഇവിടെ എഴുതുന്നത്. 6 × 10. 6 ഗുണിക്കണം 10 എത്രയാണ്? 6 ഗുണിക്കണം 10 60ആണ്. 60 എന്ന് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി താഴെ 6നെ ഈ 18 കിട്ടുന്നത് 6നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാലാണ് നമുക്ക് 18 കിട്ടുന്നത്. 6നെ ഏതുമായിട്ട് ഗുണിച്ചാലാണ് 18 കിട്ടുന്നത് എന്ന് കാണാൻ 18ൽ എത്ര 6 ഉണ്ട് നോക്കിയാൽ മതി. 1 6 6, 2 6 12, 3 6ആണ് 18. 6നെ 3ഉമായിട്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത്. 3 6ആണ് 18. സോ നമുക്ക് അവിടെ എഴുതേണ്ടത് 3 എന്നാണ്. 6നെ 3ഉമായിട്ട് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുന്നത്. 3 ഗുണിക്കണം 6 18 എന്നായി. അവിടത്തെ സംഖ്യയും കിട്ടി. ഇനി ഇവിടെയുള്ള ഈ സംഖ്യ എന്ന് പറയുന്നത് 10 ഗുണിക്കണം 3ആണ്. 10 ഗുണിക്കണം 3 30ആണ്. 1 ഗുണിക്കണം 3 3ആണ്. ഒരു 0 ഇട്ട് കൊടുക്കുക, 30ആയി. സോ ഇവിടെ നമ്മൾ എഴുതി. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കള്ളി കൂടി അവിടെ വരച്ച് കൊടുക്കുക. ഇവിടെ ഒരു കള്ളി ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു വരിയിലുള്ളത് കൂട്ടി എഴുതാനാണ്. ആദ്യം നിങ്ങൾ 100 കൂട്ടണം 60 എത്രയാണ്? 160ആണ്. 100നോട് 60 കൂട്ടിയാൽ 160ആണ്. 30നോട് 18 കൂട്ടിയിട്ട് എഴുതുക. 0 + 8 8ആണ്. 3 കൂട്ടണം 1 4ആണ്. 48 എന്ന് കിട്ടി. ഇനി 160 കൂട്ടണം 48 കാണുക. 0 + 8 8ആണ്. 6 + 4 10 ആണ്. 1 + 1 2ആണ്. 208. ഇവിടെ ഗുണനഫലം എന്ന് പറയുന്നത് 208 ആണ്. നമ്മളിത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗുണനഫലം ചോദിച്ചിട്ടുണ്ട്. 208 എന്നാണ് ഉത്തരം. ഇനി ബി ചോദ്യം. ഒരു സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചപ്പോൾ 2040 കിട്ടി. അതിനടുത്ത സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര? ഉദാഹരണമായിട്ട് പറയാണ്, 2നെ ഇപ്പോൾ 3 കൊണ്ട് ഗുണിക്കുകയാണ്. 2നെ 3 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടി. എങ്കിൽ അടുത്ത സംഖ്യയെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഉത്തരം എത്ര എന്ന് ചോദിക്കുകയാണ്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2 കഴിഞ്ഞ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. അടുത്ത സംഖ്യ 3 കൊണ്ട് ഗുണിക്കുകയാണേ. നമ്മുടെ അടുത്ത സംഖ്യയും 3 ആണ്. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും. 3 ഗുണിക്കണം 3 9 ആണ്. ഇത് 6നോട് 3 കൂട്ടിയതല്ലേ? ഏത് സംഖ്യയുമായിട്ടാണ് നമ്മൾ ഗുണിക്കുന്നത്? ആ സംഖ്യ നമ്മൾക്ക് 6നോട് കൂട്ടിയപ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത് നോക്കേണ്ടത്. ഏതോ ഒരു സംഖ്യയെ, അതായത് എ എന്നെടുക്കാം. എ എന്ന സംഖ്യയെ നമ്മൾ 17 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2040 എന്നാണ്. എങ്കിൽ അടുത്തത് ബി എന്ന സംഖ്യ നമ്മൾ 17 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്രയെന്നാണ്. അതിന് 2040നോട് 17 കൂട്ടിയാൽ മതി. 2040 കൂട്ടണം 17 ചെയ്യുക. 0 കൂട്ടണം 7 ആണ്. 4 കൂട്ടണം 1 5 ആണ്. 0 ഇറക്കിയത് 2 2057 ആണ് ഉത്തരം വരുന്നത്. അടുത്തത് സി ചോദ്യം. ഇവിടെ നിങ്ങൾക്കൊരു പട്ടിക നൽകിയിട്ടുണ്ട്. മുകളിൽ കൊടുത്ത ക്രിയകളെ ശരിയായി യോജിപ്പിച്ച് ചുവടെ കൊടുത്തവയിൽ ഏതാണ്? പട്ടിക നോക്കാം. 21 ഗുണിക്കണം 8. 21 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ എന്താ? 20നെ 20 ഗുണിക്കണം 8 കൂട്ടണം. 20 കഴിഞ്ഞാൽ 21 ആവാൻ 1 ആണ് അല്ലേ? 1 ഗുണിക്കണം 8 എന്നാണ്. അതായത് 3ലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. അടുത്തത് 24 ഗുണിക്കണം 8 എന്നുള്ളത് 20 ഗുണിക്കണം 8 + 4 ഗുണിക്കണം 8 ആണ്. അടുത്തത് 26 ഗുണിക്കണം 8 എന്നുള്ളത് 20 കൂട്ടണം 8 + 6 ഗുണിക്കണം 8 ആണ്. നെക്സ്റ്റ് 29 ഗുണിക്കണം 8 എന്നുള്ളത് 20 ഗുണിക്കണം 8 കൂട്ടണം 9 ഗുണിക്കണം 8 ആണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നല്ല സിമ്പിളായിട്ട് യോജിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പട്ടികയാണിത്. താഴെ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ ശരിയായിട്ട് വരുന്നത് A3 B4 C2 D1 എന്ന ഓപ്ഷൻ ഡി ആണ്.
അടുത്തത് 4-ലെ ബി ചോദ്യമാണ്. 25 ഗുണിക്കണം 15 375 ആണ്. 25 ഗുണിക്കണം 16 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 25-നെ 15 കൊണ്ട് ഗുണിച്ചാൽ 375 ആണ്. എങ്കിൽ 25-നെ 16 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? 375-നോട് 25 കൂട്ടിയതാണ് അല്ലേ? അതായത് 25-നെ 15-മായിട്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 375 കിട്ടി. ഇനി അതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് 16. 16-മായിട്ട് ഗുണിക്കുമ്പോൾ ഒരു 25 കൂടി കൂടും. അതായത് 375-നോട് 25 കൂടും. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി ബി ചോദ്യം. ചുവടെ കൊടുത്ത ചതുര ഗുണന രീതി നോക്കൂ. ഏതൊക്കെ സംഖ്യകളാണ് ഗുണിച്ചത്? സി ചോദ്യം. ഗുണനഫലം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് രണ്ടിൻ്റെയും ഉത്തരം കാണാം. ആദ്യം നമുക്ക് വിട്ടുപോയ സംഖ്യകൾ കാണാം. ഇവിടെ 300 എന്ന് നൽകിയിട്ടുണ്ട്. 30-നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ നമുക്ക് 300 കിട്ടും. 30-നെ ഏതുമായി ഗുണിച്ചാലാണ് 300 കിട്ടുക? 300-ൽ എത്ര 30 ഉണ്ട് നോക്കിയാൽ മതി. 10 എണ്ണമാണ്. 10 ഗുണിക്കണം 30 ആണ് 300. ഓക്കെ, 10 ഗുണിക്കണം 30 300 ആണ്. സോ ഇവിടെ നിങ്ങൾ 10 എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ 20 എന്ന് നൽകിയിട്ടുണ്ട്. 10-നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ നിങ്ങൾക്ക് 20 കിട്ടും. 10-നെ ഏതുമായി ഗുണിച്ചാലാണ് 20? എത്ര 10 ആണ് 20? 2 10 ആണ് 20. സോ മുകളിൽ 2 എന്ന് എഴുതുക. 2 ഗുണിക്കണം 10 20 ആണ്. ഇനി താഴെ 6 എന്ന് നൽകിയിട്ടുണ്ട്. 2-നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ 6 കിട്ടും. എത്ര 2 ആണ് 6? ഒരു 2 2 2 2 4 3 2 6. 2-നെ 3-മായി ഗുണിച്ചാൽ നിങ്ങൾക്ക് 6 കിട്ടും. ഇനി 30-നെ 3-മായി ഗുണിച്ചാൽ ഇവിടെയുള്ള സംഖ്യ കിട്ടും. 30 ഗുണിക്കണം 3 എത്രയാണ്? 30 ഗുണിക്കണം 3. ആദ്യം 3 ഗുണിക്കണം 3 ചെയ്യുക. 9 ആണ്. 0 ഇട്ട് കൊടുക്കുക. 90 ആണ് ഉത്തരം. 90 എന്ന് ഇവിടെ എഴുതുക. സോ ഇവിടെ നമ്മൾ വിട്ടുപോയ അക്കങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മളോട് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗുണനഫലം കാണാൻ. അതിനായിട്ട് ഇവിടെ ഒരു കള്ളി വരയ്ക്കുക. ഗുണനഫലം കാണാനാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആദ്യത്തെ കളിയിൽ 300 കൂട്ടണം 20 320 ആണ്. 90 കൂട്ടണം 6 96 ആണ്. ഇത് രണ്ടും കൂട്ടുക. 320 കൂട്ടണം 96. 0 കൂട്ടണം 6 6 ആണ്. 9 കൂട്ടണം 2 11. 3 കൂട്ടണം 1 4 416 ആണ് ഗുണനഫലം. സോ സിയുടെ ഉത്തരം 416 എന്നാണ്. ഇനി ഡി ചോദ്യം. 49 ഗുണിക്കണം 16-നെ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. 49 ഗുണിക്കണം 16-നെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 49 ഗുണിക്കണം 16. 49-നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഗുണിക്കണം 7 എന്ന് എഴുതാം. 7 ഗുണിക്കണം 7 49 ആണ്. പിന്നെ നമ്മുടെ ഗുണിക്കണം ഇട്ട് കൊടുക്കുക. 16-നെ നമുക്ക് 4 ഗുണിക്കണം 4 എന്ന് എഴുതാം. 4 ഗുണിക്കണം 4 16 ആണ് അല്ലേ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സംഖ്യ ഇതിൽ നിന്ന് ഒരു സംഖ്യ അതെടുക്കാം. അതായത് 7 ഗുണിക്കണം 4 7 ഗുണിക്കണം 4 എന്ന് എഴുതാം. അതും ശരി തന്നെയാണല്ലോ. നമ്പേഴ്സ് മിക്സപ്പ് ആക്കി എഴുതിക്കാണ്. 7 ഗുണിക്കണം 4 ഗുണിക്കണം 7 ഗുണിക്കണം 4 എന്നാക്കി. 7 ഗുണിക്കണം 4 എത്രയാണ്? 28 ആണ്. 7 ഗുണിക്കണം 4 28 ആണ്. 28 ഗുണിക്കണം 28 എന്ന് കിട്ടി. അതായത് ഒരു സംഖ്യയെ ആ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ എന്നല്ലേ ഇത്? 49 ഗുണിക്കണം 16 28 ഗുണിക്കണം 28-ന് തുല്യമാണ് എന്നാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ചോദ്യം 5 ആണ്. ഈ ചിത്രം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക എന്നാണ്. നിങ്ങൾക്ക് താഴെ 8 സെൻറ്റിമീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ചതുരത്തിൻ്റെ നീളം വരുന്നത്. ഇതൊരു സമചതുരമാണ്. സോ എല്ലാ സൈഡും എന്തായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആദ്യം നിങ്ങൾ 8 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വൃത്തം വരുന്നുണ്ട്. ഈ ചതുരത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു വൃത്തം കടന്നു പോകുന്നുണ്ട്. വൃത്തം വരയ്ക്കണമെങ്കിൽ നമുക്ക് ആരം അറിയണേ. ആരം എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണെന്ന് അറിയണം. ഇത് മുഴുവനും 8 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് പകുതി എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് ആരം 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇവിടെ ചതുരത്തിൻ്റെ നടുവിലായിട്ട് കോമ്പസ് കുത്തുക, 4 സെൻറ്റിമീറ്റർ എടുക്കുക, ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എത്ര കുത്തുകൾ, എത്ര ഡോട്ടുകൾ ഉണ്ട് നോക്കിക്കേ വൃത്തത്തിൻ്റെ ഉള്ളിൽ. 1 2 3 4
5, 6 6 അതായത് ഇവിടെ 360നെ 6 ഭാഗിക്കണം. 360 ഹരിക്കണം 6 ചെയ്യണം. 360 ഹരിക്കണം 6 ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടി. ഒരു വൃത്തത്തിൻ്റെ മുഴുവൻ ഒരു കോൺ എന്ന് പറയും 360 360നെ 6 ഭാഗിക്കുക, 36 എന്ന് കിട്ടി. ആരം വരയ്ക്കുക. ഓരോ ആംഗിളും 36 വരുന്ന രീതിയിൽ വരയ്ക്കുക. ഓരോ കോണും 36 അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 6 ഭാഗങ്ങൾ കിട്ടും. എന്നിട്ട് ഈ 6 ഭാഗങ്ങളുടെ ഈ ഒരു മുകളിലുള്ള കുത്ത് യോജിപ്പിച്ച് കൊടുത്താൽ ഈ ചോദ്യപേപ്പറിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുക. നടുവിലുള്ള ഈ വരകൾ മായ്ച്ച് കളയുക. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ നൽകിയിട്ടുള്ള ഈ ഒരു ചിത്രം കിട്ടുന്നതാണ്. പ്രൊട്രാക്ടറൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ഈ ഒരു ചിത്രം തന്നെ കിട്ടും. ബി ചോദ്യം, സമചതുരത്തിനകത്തെ വൃത്തത്തിൻ്റെ ആരത്തെക്കുറിച്ച് ശരിയായത് ഏത്? സമചതുരം 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. ആരം വന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ ആയിരുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ്. തെറ്റാണ്. 8ൻ്റെ ഇരട്ടിയല്ല ആരം. സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമാണ്. അല്ല, 8 അല്ല ആരമുള്ളത്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ്. ശരിയാണ്. 8ൻ്റെ പകുതിയാണ് നമ്മൾ ആരമായിട്ട് എടുത്തിട്ടുള്ളത്. 4 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി 6ാമത്തെ ചോദ്യമാണ്. 6ൽ എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 6ലെ എ ചോദ്യം, 1164 പേന 12 വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ എത്ര പാക്കറ്റ് പേനയുണ്ടാകും? അതായത് നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് 1164 പേനയാണ്. അതിനെ നമ്മൾ 12 വീതമുള്ള പാക്കറ്റാണ് ആക്കുന്നത്. 1164നെ 12 എണ്ണമായിട്ട് ഭാഗിച്ചാൽ നമുക്ക് 97 എന്ന് കിട്ടും. സോ 97 പാക്കറ്റാണ് ഉണ്ടാവുക. 1164 ഹരിക്കണം 12 ചെയ്ത് നോക്കിയാൽ മതി, 97 കിട്ടും. ഇനി അടുത്ത ബി ചോദ്യം, 91 ഹരിക്കണം 7 എത്രയാണ്? ചുവടെയുള്ള കളങ്ങളിൽ വിട്ടുപോയവ പൂരിപ്പിച്ച് കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് 7, 10 എന്ന് നൽകിയിട്ടുണ്ട്. 7, 10 എത്രയാണ്? 70 ആണ്. 91ൽ 70 കുറയ്ക്കുക. 91 കുറയ്ക്കണം 70 ചെയ്ത് നോക്കുക. 1ന്ന് 0 പോയാൽ 1 ആണ്. 9ൽ നിന്ന് 7 പോയാൽ 2 ആണ്. 21 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ മുകളിൽ 21 എന്ന് എഴുതുക. ഇനി 21ൽ എത്ര എ ഉണ്ട്? 21ൽ 3 എ ആണ്. ഇവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. 3 എ 21 ആണെന്ന് അവിടെ നൽകിയിട്ടുണ്ട്. 21 കുറച്ചാൽ 0 ആണെന്ന് അവിടെ നൽകിയിട്ടുണ്ട്. ഇനി 10ഉം 3ഉം കൂട്ടുക 13. അതായത് ഇവിടെ 91 ഹരിക്കണം എ എത്രയാണ്? 13 ആണ്. സോ ഇവിടെ നമ്മൾ ഇത് പൂർത്തിയാക്കി എഴുതിയിട്ടുണ്ട്. അടുത്തത് സി ചോദ്യം, 11 കൊണ്ടുള്ള ഹരണവുമായി ബന്ധപ്പെട്ട ഒരു ക്രമം തന്നിരിക്കുന്നു. 2 ഗുണിക്കണം 22 ഹരിക്കണം 11 2 ആണ്. 2 ഗുണിക്കണം 22 ഹരിക്കണം 11 4 ആണ്. 3 ഗുണിക്കണം 22 ഹരിക്കണം 11 6 ആണ്. 4 ഗുണിക്കണം 22 ഹരിക്കണം 11 8 ആണ്. ഇവിടെ നോക്കിക്കേ, ഏത് കൊണ്ടാണോ നമ്മൾ 22നെ ഹരിക്കുന്നത് ആ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് നമുക്ക് സമമായിട്ട് കിട്ടുന്നത്. അതായത് 22നെ 1 ഗുണിച്ചപ്പോൾ നമുക്ക് സമമായിട്ട് 2 കിട്ടി. 1ൻ്റെ ഇരട്ടിയല്ലേ 2. ഇനി 22നെ 2 ഗുണിച്ചപ്പോൾ നമുക്ക് സമം 4 കിട്ടി. 2ൻ്റെ ഇരട്ടിയാണ് 4. ഇനി അടുത്തത് 22നെ 3 ഗുണിച്ചപ്പോൾ നമുക്ക് സമം 6 കിട്ടി. 3ൻ്റെ ഇരട്ടിയാണ് 6. ഇതേപോലെ 22നെ 4 ഗുണിച്ചപ്പോൾ നമുക്ക് 8 സമമായി കിട്ടി. 4ൻ്റെ ഇരട്ടിയാണ് 8. ഇവിടെ ചോദിക്കുകയാണ് 22നെ 10 ഗുണിക്കുകയാണ്. ഹരിക്കണം 11ന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 10ൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ ഉത്തരം. 22നെ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് സമമായിട്ട് കിട്ടുന്നത് 10ൻ്റെ ഇരട്ടി ആയിരിക്കും. 10ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 2 ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. 6ലെ ബി ചോദ്യം, 1425നെ 12ൻ്റെ മടങ്ങും മിച്ചവുമായി എഴുതുക എന്നാണ്. സോ നമുക്ക് ഇത് എഴുതാനായിട്ട് ആദ്യം നമ്മൾ ഇതിനെ ഹരിച്ച് നോക്കണം. നമുക്കിവിടെ 1425 ഹരിക്കണം 12 ചെയ്യാം. 14ൽ എത്ര 12 ഉണ്ട്? 1 ആണ്. ഒരു 12 ആണ്. ബാക്കി 2 വരും. 2നെ താഴേക്ക് ഇറക്കിയതും 22ൽ എത്ര 12 ഉണ്ട്? 1 ആണ്. ഒരു 12 ആണ്. ബാക്കി എത്ര വരും? 2ന്ന് 2 പോയാൽ 0, 2ന്ന് 1 പോയാൽ 1. 10ൽ 12 പോവില്ല. 5 താഴേക്ക് ഇറക്കി എഴുതും.
ഇനി അടുത്തത് നോക്കേണ്ടത് 105 എത്ര 12 ഉണ്ട് എന്നാണ്. 105 8 12 ആണുള്ളത്. 8 12 96 ആണ്. ബാക്കി 9 വരും. ശിഷ്ടമായിട്ട് ഇവിടെ 9 കിട്ടും. ഇവിടെ 105 നിന്ന് 96 കുറയ്ക്കുക. 5 നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കടമെടുക്കും. 15 നിന്ന് 6 കുറയ്ക്കും. 15 നിന്ന് 6 കുറച്ചാൽ 9 ആണ്. ശിഷ്ടം 9 കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇവിടെ എഴുതുക. മുകളിൽ കിട്ടിയിട്ടുള്ളത് 110 ആണ്. 118 ഗുണിക്കണം 12 കൂട്ടണം 9 എന്നാണ്. 118 മുകളിൽ കിട്ടിയിട്ടുള്ള 118 ഗുണിക്കണം 12 എന്നിട്ട് മിച്ചം കൂട്ടുക, കൂട്ടണം 9. ഇത് എത്രയാണ്? 1425 ആണ്. ഓക്കെ, ഇതാണ് ഉത്തരം. ബി ചോദ്യം, 128നെ 6ന്റെ മടങ്ങും മിച്ചവുമായി എഴുതിയത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 21 ഗുണിക്കണം 6 കൂട്ടണം 2 എന്നാണ്. കാരണം 128നെ 6മായിട്ട് നമ്മൾ ഹരിക്കുമ്പോൾ ഇവിടെ പിന്നെ മടങ്ങ് വരുന്നത് 21 ആണ്. അതുകൊണ്ട് ഗുണിക്കുന്നുണ്ട്. മിച്ചം വരുന്നത് 2 ആണ്. അതുകൊണ്ട് കൂട്ടുന്നുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇനി സി ചോദ്യം, 5 14 23 32 ഇത് 9 കൊണ്ട് ഹരിച്ചാൽ 5 മിച്ചമായി വരുന്ന സംഖ്യകളുടെ പാറ്റേൺ ആണ്. ഇതിൽ 103 ഉണ്ടാകുമോ? എന്തുകൊണ്ട്? പാറ്റേണില്ല. ഓരോ സംഖ്യയും നമ്മൾ 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 5 ആണ് മിച്ചമായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 23നെ 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 5 ആണ്. 32നെ 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 5 ആണ്. ചോദ്യം ഇതാണ്, 103 ഈ പാറ്റേണിൽ ഉണ്ടാകുമോ എന്നാണ്. ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 103നെ 9 കൊണ്ട് ഹരിച്ച് നോക്കുക. 103 ഹരിക്കണം 9. മിച്ചം 5 ആണോ? മിച്ചം 5 അല്ല നമുക്ക് കിട്ടുന്നത്. സോ 103 ഈ പാറ്റേണിലുള്ള സംഖ്യ അല്ല എന്ന് പറയാം. സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.